അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ആ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവമില്ലെങ്കിൽ, ആ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവമില്ലെങ്കിൽ അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന വേണ്ട. പിന്നെ ഒരു കാര്യം കോൺഗ്രസിന് ഭൂമി വാങ്ങിച്ചു. മുസ്ലിം ലീഗ്, സേവാഭാരതി തുടങ്ങി നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള എല്ലാ പാർട്ടികളും എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി ചെയ്തു. രാജു പി നായർ, സേവാഭാരതി, മുസ്ലിം ലീഗും അടക്കം നിങ്ങൾ മാത്രമാണ് അങ്ങനെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് എന്നോട് കാര്യമില്ല. ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാം അങ്ങേക്ക്. 30 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. ആദ്യം 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ 20 കോടി രൂപ സർക്കാരിന് കൈമാറി. എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ് ഒരു വീടിന്റെ ചെലവെന്നാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത്. അതായത് 25 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ 100 വീട് വെക്കാനുള്ള പണം സർക്കാരിന് കഴിഞ്ഞ മെയ് മാസത്തിൽ കൈമാറുകയും സർക്കാരുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. 30 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് ഇതിനോടകം 88 ലക്ഷം രൂപ മാത്രമേ, കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസിന് ഇതുവരെ 88 ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിനെ താങ്കൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക ശ്രീ രാജു പി നായർ? അത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഒരു അസംബ്ലിയിൽ നിന്ന് 50,000 രൂപ മാത്രമാണ് പറഞ്ഞത്. ആ ആദ്യഘട്ടത്തിൽ പിരിക്കേണ്ട പണം പിരിച്ചു കഴിഞ്ഞു. അവിടെ വീട് പണി തുടങ്ങുന്ന സമയത്താണ് ബാക്കി വേണ്ടത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ പിന്നെ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടാണ്, രാഹുൽ ഗാന്ധിയാണ് 100 വീട് പ്രഖ്യാപിച്ചത്. ആ 100 വീടിക്ക് KPCC സമാഹരിക്കുന്ന തുകയ്ക്കപ്പുറം മുഴുവൻ തുകയും അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത് AICC ഉൾപ്പെടെ നടത്തും. അഭിലാഷിന് അറിയാലോ, രാഹുൽ ഗാന്ധി MP ആയിരുന്ന 5 വർഷം കൊണ്ട് 93 വീടുകൾ പണിതു കൊടുത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. MP ആയിരുന്നു. അഭിലാഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കൂ, അവിടെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട കുഞ്ഞവറാനും ഫോറസ്റ്റ് ഓഫീസറായിരുന്ന പോളിനും ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലാണ് 93 വീടുകൾ പണിതതിൽ ഉൾപ്പെടുത്തി കൊടുത്തത്. ഈ സർക്കാർ അതുപോലും ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യാൻ നിങ്ങളുണ്ടായിരുന്നോ? രാഹുൽ ഗാന്ധി ഈ മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം എന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബത്തോട് പറഞ്ഞാലേ തിരിഞ്ഞു നോക്കിയോ? പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് പണി തീർക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. രാധയുടെ വീടിന്റെ പണി തീർക്കുന്നത് ഇത് പ്രിയങ്ക ഗാന്ധിയാണ്. 93 വീടുകൾ ആ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പണി തീർത്ത് താക്കോല് കൈമാറിയത് രാഹുൽ ഗാന്ധിയാണ്. ഈ വീടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സമയത്ത് പണിയും. കർണാടക സർക്കാർ 20 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പണം പോലും മേടിക്കാത്ത ഒരു ഗവൺമെന്റ് ആണിത്. പണം സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ആ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവമില്ലെങ്കിൽ, ആ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവമില്ലെങ്കിൽ അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന വേണ്ട. പിന്നെ ഒരു കാര്യം കോൺഗ്രസിന് ഭൂമി വാങ്ങിച്ചു. മുസ്ലിം ലീഗ്, സേവാഭാരതി തുടങ്ങി നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള എല്ലാ പാർട്ടികളും എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി ചെയ്തു. രാജു പി നായർ, സേവാഭാരതി, മുസ്ലിം ലീഗും അടക്കം നിങ്ങൾ മാത്രമാണ് അങ്ങനെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് എന്നോട് കാര്യമില്ല. ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാം അങ്ങേക്ക്. അല്ല, നിങ്ങളൊന്ന് പറയുന്നേക്കുന്നേ, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള സമയമായിട്ടില്ലല്ലോ. അഭിലാഷ് അവിടെ പോയിട്ട് ഈ പറയുന്ന അതിന്റെ മോഡൽ ഹൗസ് എങ്കിലും തീർന്നിട്ടുള്ളത് പറയുന്നില്ല. ഒരു വീടെങ്കിലും ഈ സർക്കാർ ഇത്രയും 100 കണക്കിന് കോടി കൈവച്ചിട്ട് ആ പണം കൊണ്ട് ഒരു മോഡൽ വീടെങ്കിലും തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിലാഷ് ചോദിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കട്ടെ. ഒരു കാര്യം അങ്ങ് തുടർച്ചയായിട്ട് ഇടപെടുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇത് ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങൾ സംബന്ധിച്ചോളം കോൺഗ്രസ് ആണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത്. പറയുന്നത് കേൾക്കൂ. കോൺഗ്രസ് ഏറ്റെടുത്ത്, അതിനകത്ത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു. CPM ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CPM ഒരൊറ്റ വീട് കൊടുക്കാൻ CPM തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ.
പകരം CPM വേണ്ടി കൂടി ഡിവൈഎഫ്ഐയുടെ ഞങ്ങൾ അംഗീകരിക്കുന്നു, 100 വീടെന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ CPM പ്രത്യേകം ഒരു ധനസമാഹരണം നടത്തിയിട്ടില്ല. ഞങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. CPM പണം പോലും പിരിച്ചിട്ടില്ലല്ലോ. അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ തലയിലേക്ക് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോൺഗ്രസും യൂത്ത് എല്ലാവരുടെയും പരാജയം പറഞ്ഞു പോകണമല്ലോ. പണി പൂർത്തിയാക്കി നമുക്ക് മാതൃകയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം അടുത്ത റൗണ്ടിൽ.